ഹലോ ഗായ്സ് സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് ഇന്നോട്ട് ചക്കുപ്പി സ്കൂൾ തുറന്നു. അതിൻ്റെ ഹാപ്പിയാണ്. ചക്കുപ്പി രാവിലെ എണ്ണിച്ചു, സുന്ദരക്കുട്ടനായി, ഫുഡൊക്കെ കഴിച്ചു, ഹോംവർക്കൊക്കെ ചെയ്ത്. അപ്പോൾ നമ്മൾ ഇന്ന് സ്കൂളിൽ പോവാണ് ചക്കുപ്പിയുടെ. ഇന്നോട്ട് ഇനിയും വെള്ളിയാഴ്ച വരെ സ്കൂളൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്പം പോകും, എന്നിട്ട് 12 ആകുമ്പോൾ തിരിച്ചു വരും. എന്നിട്ട് എന്താ പരിപാടി? എന്നിട്ട് ഞങ്ങൾ 2 മണിക്കൂർ ടി വി കാണും. 2 മണിക്കൂറുള്ളൂ ഇന്ന് തൊട്ട് ഞങ്ങൾ ടി വി കാണുന്നത്. അത് കഴിയുമ്പോൾ ഞങ്ങൾ കളിക്കും. ഇല്ലേ കവി? ഇന്ന് ഗുഡ് ബൈ അല്ലേ? സൂപ്പർ. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വരാൻ കഴിച്ചു. അപ്പോൾ ഞങ്ങൾ സ്കൂളൊന്നും കാണിക്കുന്നില്ല. ഇന്ന് നിങ്ങൾ സ്കൂളിനോട് കണ്ടുകൊണ്ട് ബോറടിച്ചാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പോകുന്ന വഴിയും കാണിക്കുന്നില്ല. ഇവിടെ എന്ത് കാണാതിരിക്കുന്നത്? അത്രയ്ക്ക് വലിയ കാണാനൊന്നുമില്ല ഇവിടെ. അപ്പോൾ നമ്മൾ ചക്കുപ്പിനെ സ്കൂളിൽ കൊണ്ടിട്ടിട്ട് വരാം. ഓക്കെ, എന്നാ എന്തോടെ ചക്കുപ്പി നമുക്ക് ഇങ്ങനെ മഞ്ഞ? നമ്മുടെ ഇവിടെ നിന്നുള്ള വ്യൂ അങ്ങ് ദൂരെ ഒരു മീനാക്ഷി മാൾ എന്ന് പറഞ്ഞൊരു മാളുണ്ട്. ആ മാളിൻ്റെ അവിടെ ഭയങ്കര ഫോടിച്ചിരിക്കുന്നു. രാവിലെ അത് കാണാൻ പറ്റത്തില്ല. ഇപ്പം ചെറുതായിട്ടൊരു മങ്ങിയ കാഴ്ച കാണാം. ഭയങ്കര തണുപ്പാണ് ഇവിടെ. ഇവിടെ ഇപ്പോൾ ഒരു 15 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉണ്ടായിരുന്നു. ചക്കുപ്പി അങ്ങനെ സ്കൂളിൽ കൊണ്ടുവിട്ടു. ഞങ്ങൾ റെഡിയായി. പിന്നെ ഞാനിങ്ങനെ വർക്കിലായിരുന്നു, റൂമിൽ പോയിരുന്നില്ല. ഞാൻ സാധാരണ തന്നെ ഇവിടെ ആയിരിക്കുന്നത്. കണ്ട ഈ ടേബിൾ ഒട്ടിവിട്ടിരിക്കും. ഈ ടേബിൾ ആകുമ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ മേശപ്പുറത്ത് ഇരിക്കാം, കട്ടിലേ ഇരിക്കാം, എവിടെ വേണേലും പോയിരിക്കാം. റൂമിൽ തന്നെ പോയിരിക്കാൻ പറ്റത്തില്ല. ഭയങ്കര എന്തോ ഒരു ശ്വാസം മുട്ടൽ പോലെ. ഇവിടെ ആകുമ്പോൾ നല്ല രസമാണ്. അമ്മൂസുണ്ട് അവിടെ നടുക്കള എന്നിട്ട് പണിയെടുക്കുന്നത്. എന്താണെന്ന് പോയി നോക്കി. രാവിലെ ഇവിടെ ആ പടം എന്നുള്ള സീനായിട്ടിരിക്കും. ഇവിടെ എന്താ HMB വൈറസ് ഇല്ലേ, അതിവിടെ ബാംഗ്ലൂർ. രാവിലെ ഒരു കൂട്ടുകാരൻ രാവിലെ മെസ്സേജ് അയച്ചു ഇവിടെ വന്നിട്ടുണ്ടെന്ന്. പിന്നെ ന്യൂസൊക്കെ നോക്കേണ്ട സത്യമാണ്. പിന്നെ ഇപ്പം അമ്മൂസുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലെ ന്യൂസും കണ്ടു. ഇവിടുത്തെ ലൈവ് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ എന്നാ പിന്നെ ഡ്രസ് ചെയ്ത് നിൽക്കാം. ഇപ്പൊ തന്നെ ചക്കൂനെ എന്നാ പറഞ്ഞു വിടുള്ളൂ. അപ്പൊ ഇനി ചക്കൂനും പിന്നെ ഇവിടെ വീട്ടിൽ ഇരുന്ന് കാരണം ചക്കൂനാണെങ്കിൽ എപ്പോഴും ഓരോന്ന് റോഡിൽ കൂടെ ഒരു പനി പോയാൽ മതി പിടിക്കുന്നത്. എനിക്ക് അതുകൊണ്ട് പേടിയായി ഈ പനി. അങ്ങനല്ല, സ്കൂളിൽ വന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും വീട്ടിൽ അവനെ ഒരാഴ്ച ഇരുന്നോളാം, അവന് പനിയില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ സ്കൂളിൽ വിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന്. പക്ഷേ ഈ പ്രാവശ്യം ക്രിസ്മസിന്റെ അവധി കിട്ടിയിട്ടും അത് മാറിയില്ല. ഞാൻ വിചാരിച്ചു മാറുമെന്ന്. നമ്മളെന്നും ആവിയൊക്കെ പിടിക്കും. ഇടയ്ക്കിടയ്ക്ക് ക്ലൈമറ്റ് ചേഞ്ച് ആയി. ഇപ്പൊ ഭയങ്കര തണുപ്പാ. ഇപ്പൊ തന്നെ നല്ല തണുപ്പായിട്ട് ഫോഗ് അടിച്ചിരിക്കുമല്ലോ. അതിന്റെ ഒരു ടെൻഷനിലിരിക്കാം. ഉച്ചക്കത്തേക്ക് ചക്കുപ്പി ഇപ്പൊ വരത്തില്ലേ? അയലക്കറി ഗൈസ്. അയലക്കറി ഇന്നും തേങ്ങ വെച്ചാണ്. അല്ല, എല്ലാത്തിനും ഒരു കളറാണ്. കുറച്ച് മുളകേ ഇട്ടുള്ളൂ. കാരണം ചക്കൂനാണെങ്കിൽ കൂട്ടണ്ടല്ലേ. ഇത് ബീട്രൂട്ട് മെഴുക്കുവരട്ടിക്ക്. പിന്നെ ഇതുണ്ട്, മീൻ വറുക്കാൻ. മീൻ ഇന്നും വറുക്കുന്നുണ്ട് ഗൈസ്. പിന്നെ കഴിഞ്ഞ ദിവസം ഫുൾ അയലക്കളിയായിരുന്നു. ഇന്ന് ഫുൾ മത്തിയായിരുന്നു. ഇന്ന് അയലക്കറി. ഇനി മോരുണ്ടാക്കണം. പിന്നെ കഴിഞ്ഞ ദിവസം മത്തി എന്തൊക്കെയായിരുന്നു? മത്തി തോരന്, കറി, വറുത്തത്. ഇന്നും അതുപോലെ തന്നെ. പിന്നെ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം ഗായ്സ്? ജ്യൂസ് ഉണ്ടാക്കാമോ? അല്ല, മോരുണ്ടാക്കാൻ. ജ്യൂസർ എനിക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടി ചക്കുപ്പിക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടി അവന്റെ കുറച്ചു പഠിച്ചോണ്ട് താങ്ങാം. ഇപ്പൊ അതിനകത്ത് തൈരിക്കുന്നു. അവൻ കാണുന്നുണ്ടായിരിക്കുമല്ലേ? ഇല്ലേ? നിന്റെ ചേട്ടാ ജ്യൂസറിനകത്ത് തൈരിട്ടടിക്കുന്നതാ. എനിക്കിനി മിക്സി ഒക്കെ വലിച്ചുമൊക്കെ എടുത്ത് ഇനി ഇവിടെ വെക്കാൻ സ്ഥലമില്ല. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇവിടെ കുറച്ച് സ്പേസേ ഉള്ളൂ. അപ്പം നമുക്ക് എല്ലാം കൂടി ഇവിടെ വെക്കാനുള്ള സ്ഥലമൊന്നുമില്ല. പിന്നെ യൂട്യൂബ് എല്ലാം കേറി ക്ലിക്കായിട്ട് വേണം ഞങ്ങൾക്ക് 2 BHK എടുക്കാം. വലിയൊരു വീട്ടിൽ പോകാം. അത് നടക്കും. എന്നപ്പ നീ ഇന്ന് അടുക്കള പണി ഞാൻ പോയി എന്റെ പണിയട്ടെ. അപ്പൊ ഗൈസ് എന്നപ്പ ഞാൻ എന്റെ പണി ചെയ്യാൻ പോട്ടെ. ഒരു സമയം ആനന്ദകരമാക്കാനായിട്ട് നമുക്ക് പോയിട്ടൊരു ചെറിയ ഡിഷ് ഉണ്ടാക്കാം. എന്തുണ്ടാക്കും? ഈ കിടക്കുന്നതാണോ നിന്റെ മെഴുക്ക് പുരട്ടി? കൊള്ളാം. എന്താടി ഒരുമാതിരി നടക്കുന്നു? ഇതില്ലാത്ത കിടക്കുന്നു. മുത്തിനല്ലല്ലോ ഇത്, എനിക്കും ചക്കുപ്പിക്കും മാത്രം. മുത്തിന് മെഴുക്കോട്ടൊന്നും ഇഷ്ടമല്ലല്ലോ. പിന്നെന്താ? ഓഹോ, എന്നാ മാറാം. ഞാൻ സാധനം ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഏറ്റവും പഴയ ചീനിച്ചട്ടി കണ്ട കുറെ വർഷമായതോ. അങ്ങനെ ഈ ചീനിച്ചട്ടി എടുത്തു, ഗ്യാസിൽ വെച്ചു,
ഇതൊന്ന് ഓണാക്കി തരുമോ പ്ലീസ്? ഞാൻ കത്തിച്ചോളാം, ബുദ്ധിമുട്ടുണ്ട്. ഞാൻ കത്തിയിരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും ഇതിനകത്ത്? ഫസ്റ്റിൽ ഉപ്പിടുന്ന എന്തെങ്കിലും സാധനങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിനിട്ടില്ലെങ്കിൽ ഇപ്പൊ കണ്ടോണം, വേറെ സാധനമായിരിക്കും. ബന്നിമേട് ബന്നി സാർ അതെ അതെ കുറച്ചുകൂടെ അതെ. ആ മതി. നമ്മൾ എന്ത് ചെയ്യാൻ പോയത്? ആർക്കെങ്കിലും മനസ്സിലായി ഇതെന്തിനാണ്? മനസ്സിലായി. ഇത് ഇവിടെ ഇരിക്കുന്ന കാണുന്നുണ്ട്. അയ്യോ ഇനിയും പറ, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് ഇളക്ക്. അതല്ല, അപ്പുറത്തെ കൊണ്ട് ആ സ്റ്റീലിന്റെ എടുക്ക. സ്പൂണോ? പുറകില് അതല്ല, മറ്റേത്. ഈ തവിയും നമ്മൾ ആദ്യം ഉൾപ്പെട്ട് കടോറ തൊട്ട് പിടിച്ചു നോക്കി ചൂടായോന്നോ കഴിഞ്ഞോട്ടത്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഉണ്ടാക്കുന്നതൊക്കെ കൊള്ളാം. ഇവിടെ വൃത്തിയാക്കി ഇട്ടിട്ട് പോയേക്കണം. ഒറ്റ അഴുക്കില്ല ഇവിടെ. കണ്ടല്ലോ, മുത്തി ഇത് ഉണ്ടാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഈ ഗ്യാസേലും തറയിലും മൊത്തം ഉപ്പായിരിക്കും. അങ്ങനെ ആ തെറിക്കും. തെറിച്ചിട്ട് വൃത്തിയാക്കണം. മതി. കൺഫേം ചെയ്യും. ആ മതി. ഇത് ആയി കാണുമല്ലോ. ഒത്തിപ്പൊണ്ടൊക്കെ പോണം. ചക്കൂനെ വിളിക്കാൻ പോണം കേട്ടോ. എന്താ സാധനം അറിയോ? കപ്പലണ്ടി. അതിപ്പോ പറയില്ല. എത്ര രൂപയാണ്? 1.25 കിലോയ്ക്ക് 140. 146 രൂപ. മുത്തിന് ജോലിയുടെ ഇടയ്ക്ക് കപ്പലണ്ടി തിന്നാൻ ആഗ്രഹം. ഇത് ഒരു മാസത്തേക്കുള്ള സാധനം. പക്ഷെ വിശപ്പ് പോലെ ചിലപ്പോ ഇത് പെട്ടെന്ന് ദേഷ്യം. ഞാൻ പോട്ടെ. ഭയങ്കര മെനക്കെട്ട പണിയായത്. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതാണ് ഏറ്റവും വലിയ പരിപാടി. കുറെ നേരം കഴിയുമ്പോഴത്തെ കൈ കളിക്കും. ഇനിയിപ്പോ ചക്കുപ്പിനെ വിളിക്കാൻ പോണം. ഇനി മൊത്തം ഉണ്ടാക്കി വെക്കണം. ഇടയ്ക്കിടയ്ക്ക് തിന്നണം. കഴിഞ്ഞ മാസം മേടിച്ചായിരുന്നു. അത് ഞങ്ങള് കുറച്ച് മിക്സർ ഉണ്ടാക്കി. ഇനി ഇതിന് കുറച്ച് മിക്സർ ഉണ്ടാക്കുവാണെങ്കിൽ ഇതിനകത്ത് ഇടണം. ഇല്ലെങ്കിൽ മറ്റേ മസാലയില്ലേ, ഇത് കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഇത്രയും ഉണ്ട്. 1.5 കിലോ സാധനം തന്നെ ഇവിടെ കൊണ്ടുണ്ട്. ഒരു കവർ നിറച്ച് തിളച്ചുള്ളത്. അപ്പം ഇനി ഇത് പോയി ഉണ്ടാക്കട്ടെ. അപ്പം ഞാനിത് ഉണ്ടാക്കിയിട്ട് വരാം. എന്നിട്ട് ചക്കുപ്പീനെ പോയി വിളിക്കണം. ഞങ്ങളുടെ ഈ കൊച്ചു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? കുറെ പേര് കാണുന്നുണ്ട്, പക്ഷെ ആരും എന്നെ കമന്റ് അടിക്കുന്നില്ല. ഇനി കാണുന്നവരൊക്കെ കമന്റ് അടിക്കണം. കൊള്ളാൻ വേണ്ടിയാണ്. ഇത് ഭയങ്കര ടൈം പാസ് പരിപാടിയാ. ഈ സാധനം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, തിന്നുക, പിന്നെ ടെറസിനെ മണ്ടായി കയറിയിട്ട് ഇതിനെ തൊലി പൊളിച്ച് താഴോട്ട് റോഡിലോട്ട് കളയുക. ഭയങ്കര രസമുള്ള സൈക്കോ പരിപാടിയൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ചക്കുപ്പിഴയെ കൊണ്ട് കൊടുക്കുമ്പോൾ ചക്കുപ്പി അതിലൂടെ ഇങ്ങനെ പറത്തി കളിക്കും റോഡിൽ പോയിട്ട്. അങ്ങനെ എന്തോ ഒരു ഗുണം കൊണ്ടിരുന്നു അറിയും. പിന്നെ പ്രോട്ടീൻ കിട്ടും. ഗൈസ്, ഒരാൾ സ്വന്തമായിട്ട് കപ്പലണ്ടി ഉണ്ടാക്കിയ സമയം തൊട്ട് വാരിത്തീറ്റ് തുടങ്ങിയതാ. ഒരു ചട്ടിയിൽ ഇത്രേ ഉണ്ടാക്കിയ നോക്ക്. ഇത്രേ ഉള്ളൂ. അത്ര ഇരിക്കാണല്ലോ. ഉണ്ടാക്കിയപ്പോ തൊട്ട് തീറ്റി തുടങ്ങിയതല്ലേ മുത്തിന്. എന്നാ പോയാലോ, ചക്കുനെ വിളിക്കാൻ പോയാലോ? അങ്ങനെ നമ്മുടെ കുട്ടിക്കുറുമ്പം വന്നു സ്കൂളിൽ നിന്ന്. നല്ല കൂളായിരുന്നു കേട്ടോ. ചുമ്മാ എന്നിട്ട് അവിടെ നിന്ന് കരയുമായിരുന്നു. എന്തിനാ നിങ്ങൾ നേരത്തെ വന്നെന്ന് പറയുന്നത്? 12:15 വിളിക്കണ്ടേ?
12:15 സ്കൂൾ വിടുന്നത്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ 12:30 ഇവൻ എപ്പോഴും പറയും 12 ആകുമ്പോൾ ചെന്നാൽ മതി. ഇന്ന് 12 എന്താ പറയാ, ഇന്ന് നിങ്ങൾ നേരത്തെ വന്ന് എനിക്ക് ഇച്ചിരൂടെ കളിക്കണമെന്ന്. എന്നിട്ട് അവിടെ നിന്ന് കാര്യത്തിലായിരുന്നു. എന്തോടി ഇത്? മാങ്ങാത്തരേ മാങ്ങയുടെ പഴുത്ത അങ്ങനല്ല, ഇത് ഇങ്ങനെ കഴിക്കുന്നത്. പൾപ്പോ കാണിച്ച എന്തി മാങ്ങയുടെ പൾപ്പ് ഇതെങ്ങനെ ഓരോ ലെയറായിട്ട് എടുത്തിരുന്നു? ഓരോ ലെയറായിട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ കടയിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ കടയിന് വേണ്ടിട്ട് ഓടിക്കൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങോട്ട് തരാണോ? ബൈ പറയാം. ഇനി മതം 2 കൊടുപ്പാൻ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ കുഞ്ഞോടി ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് നമ്മൾ നാളെ കാണാം.